ശ്രീ ഫസൽ കാരാട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എത്തുന്ന ജനങ്ങളുടെ ജാതിയോ മതമോ അവരെ ഒന്നും തന്നെ ആർക്കും അറിയില്ല. ഒരു ദേശീയോത്സവം പോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് അവർ എന്താ പറയുക, എല്ലാ രീതിയിലുള്ള ആത്മീയ ആനന്ദ ലഹരിയിൽ ആറാടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഇത് ചിലർക്ക് പിടിക്കുന്നില്ല. അവർ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ പരിപാടി പോയിട്ട് അവരോട് പറയുകയാണ്, മതേതരത്വം കാത്തു സൂക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അദ്ദേഹം ഇങ്ങനൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയും മിണ്ടിയിട്ടില്ല. CPM-ൻ്റെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ദേശീയ ഉത്സവങ്ങളെ ഇങ്ങനെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ ഇവർ ഇടതായാലും വലതായാലും പരസ്പരം മത്സരിക്കുന്നത്? നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ജനൻ TV-ക്ക് ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു മഹാമാഘ മഹോത്സവത്തെ നോക്കിക്കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു മഹാ ഉത്സവമാണ് നമ്മുടെ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ അഭിമാനമാണ് എന്നൊക്കെ ഞാൻ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ മുറുമുറുപ്പുണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ആദ്യമേ തന്നെ അത്തരം ആളുകൾക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, ലോകത്തേതൊരു രാജ്യം എടുത്തു നോക്കിയാലും, അത് ഫ്രാൻസ് ആയിക്കൊള്ളട്ടെ, ജർമ്മനി ആയിക്കൊള്ളട്ടെ, ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഏത് ലോകത്തെ രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ അവരുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും വലിയ അഭിമാനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന മഹാമാഘ മഹോത്സവമാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അഭിമാനമാണെന്ന് പറയുന്ന അത് കേൾക്കുന്ന സമയത്ത് മുറുമുറുപ്പുള്ള ആളുകൾ ഈ എന്തെങ്കിലും ഈ പറയുന്ന സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ അറിയാത്തവരാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങളുടെ ഒരു നാഷണൽ ഡേ വരട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തില് വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ ആഘോഷമാക്കിയിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ പൊക്കിപ്പിടിക്കാൻ ഇവിടെ മത്സരം നമ്മൾ കാണാറില്ലേ? അതേസമയം നമ്മുടെ മഹാമാഘ മഹോത്സവം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും തന്നെ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ സ്വാമിജി മുതൽ പിന്നീട് അങ്ങോട്ട് സംസാരിച്ച ഓരോ ആളുകളും നമ്മുടെ ദേശീയതയാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇവിടെ വരുന്ന ഇടത് വലത് നേതാക്കന്മാര് ഇപ്പോ വ്യക്തമായിട്ട് പറഞ്ഞ് ഈ കാന്തപുരം വിഭാഗത്തിന്റെ പ്രോഗ്രാം നടന്ന് ഈ പ്രോഗ്രാമിന്റെ ഇടവും വലവുമായിട്ട് ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടതും വലതുമായിട്ട് ഇരുന്നിട്ടുള്ളതാരാ? നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഭാഗത്ത് ഇരുന്നിട്ടുള്ളതാരാ? VD സതീശൻ. ഇതേ VD സതീശൻ സ്റ്റേജിലെത്തിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത്? മറ്റൊരു സമുദായ നേതാവിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ്, ആ വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ വകതിരിവില്ലാത്ത ഒരാളല്ലേ? ഒരു സമുദായം നടത്തുന്ന പ്രോഗ്രാമിൽ അവിടെ നിന്നിട്ട് മറ്റേതൊരു സമുദായ നേതാവിനെതിരെ പറഞ്ഞാലും അത് പച്ചവർഗീയതയല്ലേ? എന്നാൽ ആ പച്ചവർഗീയത നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മതേതരത്ത അത്തരത്തിലാണ് നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ പറയുന്ന VD സതീശനോ ഈ പറയുന്ന പിണറായി വിജയനോ ഇടതോ വലതോ മഹാമാഘ മഹോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഒരു ചൊക്കും സംഭവിച്ചില്ല. 10,000-കണക്കിന് ആളുകൾ, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന 10,000-കണക്കിന് ആളുകളാണ് മഹാമാഘ മഹോത്സവത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഇടതും വലതൊന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഒരു ചുക്കില്ല. അത് തന്നെയാണ് വ്യക്തമായിട്ട് ഇപ്പോ ഭക്തർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇപ്പോ മുൻ DGP എടുത്തു പറഞ്ഞ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയ്ക്ക് തന്നെ അതിനൊരു മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വലിയ സൗകര്യം, വലിയ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അതേസമയം ഇവിടെ ഈ മഹാമാഘ മഹോത്സവം നടന്നിട്ട് കേരള സർക്കാർ എന്താണ് ചെയ്തത് എന്ന് സ്വാമിജി കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞു. ഇനി നമ്മുടെ ശബരിമലയിലേക്ക് ഒന്ന് നോക്കണം. അവിടെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തര് 2, 3, 4 ഇരട്ടി പണം കൊടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ. നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും ഏതൊരു രീതിയിലും ഉപകാരം ഉണ്ടാവുക അത് സൗദി അറേബ്യ എന്ന രാജ്യത്താണ്. എന്നാൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടും മഹാമാഘ മഹോത്സവമൊക്കെയായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുന്നത് നമ്മുടെ മണ്ണിന, നമ്മുടെ നാടിന. അപ്പോ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഒരു ആനുകൂല്യമില്ല. അതേസമയം അവിടേക്ക് എത്തുന്ന പണമൊക്കെ ഭക്തർക്ക് വേണ്ടിയിട്ടാണോ? പമ്പയ്ക്ക് എന്താണ് അവസ്ഥ?
ഈ ബമ്പയൊക്കെ പറയുന്ന സമയത്ത് അത് ഭക്തരെന്തോ, ഇത് ഭക്തരുടെ പണം വാങ്ങുന്നില്ലേ? അതൊരു നന്ദി കാണിച്ചുകൂടെ കേരള സർക്കാരിന്? നമ്മുടെ കേരളത്തിലെ ഇടതോ വലതോ നമ്മുടെ ദേശീയതക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നമ്മുടെ സംസ്കാരത്തിനോ പാരമ്പര്യത്തിനോ പൈതൃകത്തിനോ ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കില്ല എന്നുള്ളത് ഈ മഹാമാഘ മഹോത്സവം ഒക്കെ നടക്കുന്നത് കാണുന്ന മലയാളികൾ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇതിനൊക്കെ മലയാളികൾ കൃത്യമായിട്ട് ഇടതിനും വലതിനൊക്കെ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും.